ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ ഹ്യൂജ് സെൽ ഓഫ് ആണ് കണ്ടത്. നല്ല വൊളാട്ടിലിറ്റി ഉണ്ടായിരുന്നു. S&P 500 വിക്സ് 22.78 ഉയർന്നിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്ന അമേരിക്കയിൽ വീണ്ടും നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നേക്കാമെന്നാണ്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ താരിഫ് ഡിസിഷൻസ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ മേലുള്ള താരിഫ് അഡീഷണൽ 10% ആഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെക്സിക്കോ, കാനഡ കൺട്രികളിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ 25% ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി മാർച്ച് 12 മുതൽ സ്റ്റീൽ, അലുമിനിയം എന്നീ കമ്മോഡിറ്റികളുടെ ഇമ്പോർട്ടിന്മേലും അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം മറ്റു ന്യൂസ് ഫ്ലോസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചും അമേരിക്കൻ എക്കണോമിനെ സംബന്ധിച്ചും നെഗറ്റീവാണ്. മാനുഫാക്ചറിങ് ഡാറ്റ വന്നിരുന്നു അമേരിക്കയിൽ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഒപ്പം റേ ഡാലിയോ, ഒരു ഫേമസ് ഫണ്ട് മാനേജറാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടുത്ത 3 വർഷത്തിനുള്ളിൽ അമേരിക്ക ഡെറ്റ് ക്രൈസിസ് നേരിടുന്നതാണ്. ഇതും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിന് ആക്കം കൂട്ടിയിട്ടുണ്ട് അമേരിക്കയിൽ. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ താഴെ വന്നിരിക്കുകയാണ്. ഇന്നലെ വീണ്ടും NVIDIA അറൗണ്ട് 9% താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം മോർഗൻ സ്റ്റാൻലി ടെസ്ലയുടെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട്. പുതിയ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് $430 പെർ ഷെയർ ആണ്. ഇപ്പോൾ അറൗണ്ട് 288 റേഞ്ചിലൊക്കെയാണ് ടെസ്ല ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് അടക്കമുള്ള പല മാർക്കറ്റുകളും ഓൾ ടൈം ഹൈനടുത്താണ്. ഒപ്പം ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ റാലി ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ കൺട്രികൾ ഡിഫൻസ് സ്പെൻഡിങ് കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇതിന് കാരണം. ചൈനീസ് മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ വൊളാറ്റിലിറ്റിക്ക് ശേഷം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഗോൾഡ് എന്നും ആണെങ്കിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $2,898 പെർ ഔൺസ് ആണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ബെറ്റർ ആണ്. അതേസമയം ബ്രണ്ട് ക്രൂഡ് ഓയിൽ താഴെയാണ്. $71.15 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നു, 87.27 അഗൻസ്റ്റ് US ഡോളറിനായിട്ട്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. ഗ്ലോബൽ ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡാനി ഗ്രീനിൻ്റെ ഫണ്ടിങ് റീഫൈനാൻസിങ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ അഗ്രി ചെയ്തിരിക്കുകയാണ്. ഫോറിൻ ഫണ്ടുകളെ ആശ്രയിക്കാതെ ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ അഡാനി ഗ്രീൻ ഫണ്ടിങ് നീഡ്സ് മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം അമേരിക്കയിലത്തെ ബ്ലാക്ക് റോക്ക്, സിറ്റാഡൽ ഹെഡ്ജ് ഫണ്ടൊക്കെ അദാനി എയർപോർട്ടിൻ്റെ $750 മില്യൺ റീഫിനാൻസിങ്ങിന് ക്യൂ നിൽക്കുക എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവ് ന്യൂസാണ്. കാരണം അമേരിക്കയിലുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് അമേരിക്കൻ ഫണ്ടുകൾ അഡാനിയുടെ ഫണ്ടിങ്ങിന് വേണ്ടി പിന്നിൽ വരുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. പൂനാവാല ഫിൻകോർപ്പ് പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെൻ ടെക്നോളജിക്ക് 3ാമത്തെ പാറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. 2042 വരെയാണ് പാറ്റൻറ്റ്. പോസിറ്റീവ് ന്യൂസാണ് സെൻ ടെക്നോളജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ ശോഭ ഇൻസുലേഷൻ എനർജി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ശക്തി പമ്പ്സ്, ജിൻഡാൽ ഡ്രില്ലിങ്, ശേഷസായി പേപ്പർ ആൻഡ് ബോർഡ്, ഇതൊക്കെയാണ് ഇന്നലെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. ഗ്ലെൻമാർക്ക് പുതിയ ഒരു ഇഞ്ചക്ഷൻ അമേരിക്കയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ച് സ്ലൈറ്റ് പോസിറ്റീവാണ്. പക്ഷേ ഈ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്ന് പറയാൻ സാധിക്കില്ല. ഉണോമിൻ്റെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു R&D സെൻറ്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെൻഡ് ഇന്ത്യ ജർമ്മനിയിൽ ഹോളി ഓൺ സബ്സിഡിയറി ലോഞ്ച് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആസാദ് എഞ്ചിനീയറിംഗ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. $1,280 പെർ ഷെയറാണ്. 700 കോടി രൂപയ്ക്കുള്ള QAP ആണ്. ആസാദിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ ഇത് പോസിറ്റീവാണ്. IRCTC IRFC നവരത്ന സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. ഒപ്പം L&T ഹ്യൂജ് ഓർഡേഴ്സ് നാഷണൽ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ബാക്ക് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ L&Tയുടെ ഓർഡർ ബുക്ക് 5.46 ലക്ഷം കോടി രൂപ ഓർഡർ ബുക്കാണ്. തീർച്ചയായിട്ടും L&Tക്ക് ലോങ് റണ്ണിൽ ധാരാളം ഓർഡേഴ്സ് ഓവർസീസ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം സെബിയുടെ പ്രപ്പോസൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി മാറ്റാനുള്ള പ്രപ്പോസൽ
ഡെൽറ്റ ബേസ്ഡ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഇൻഡെക്സിൽ മിനിമം 14 സ്റ്റോക്കെങ്കിലും വേണം എന്നുള്ളൊരു റിപ്പോർട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ 3 സ്റ്റോക്കുകൾക്ക് ആഡ് ചെയ്യുമ്പോൾ 45% വെയിറ്റേജ് ഒരു ഇൻഡെക്സിലും പാടില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഒന്നും തന്നെ F&O സെഗ്മെൻറ്റിൽ ഈ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാഷ് മാർക്കറ്റിലുള്ള പോലെ പ്രീ ഓപ്പണും അതുപോലെ പോസ്റ്റ് ക്ലോസിംഗ് ഒക്കെ F&Oയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് F&O മാർക്കറ്റ് മാനിപ്പുലേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ജനറലി ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. ഒപ്പം ബാങ്ക് നിഫ്റ്റിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ കുറയാനായിട്ട് ഇതിരയാക്കും. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. തീർച്ചയായിട്ടും ബിഗ് വൊളാറ്റിലിറ്റി തന്നെയാണ് ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. തീർച്ചയായിട്ടും എല്ലാവരും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, മാർക്കറ്റ് താഴെ വരുമ്പോഴാണ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഘട്ടമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒപ്പം മാർക്കറ്റ് വീണ്ടും താഴെ പോകും. ഗ്ലോബൽ വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.